ഇനി നമുക്ക് അടുത്ത രണ്ട് റിസൾട്ട്സ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട്സ്. ദാറ്റ് ഈസ് tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus x into y. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മറ്റ് ചില റിസൾട്ട്സൊക്കെ പഠിച്ചു. നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ റിസൾട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഈ രണ്ട് റിസൾട്ട് പഠിച്ചു വെക്കണം. അത് എൻ്റെ പ്രൂഫൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൗകര്യം കിട്ടുന്ന സമയത്തൊക്കെ അത് നോക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളും ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രൂവ് ദാറ്റ് tan inverse 2 by 11 plus tan inverse 7 by 24 is equal to tan inverse 1 by 2. ഇങ്ങനെ പ്രൂവ് ആക്കണം. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്ത പറഞ്ഞ ഫോമിൽ വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? tan inverse 2 by 11 plus tan inverse 7 by 24. ഓക്കെ. അപ്പോൾ ഇതിന് ഡിറൈവ് ചെയ്തിട്ട് ഈ ഫോമിലൊക്കെ എത്തിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് tan inverse x plus tan inverse y? tan inverse x plus y divided by 1 minus x into y. tan inverse x plus tan inverse y. tan inverse x plus y divided by 1 minus x into y. ഫോമിൽ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു tan inverse ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 11 into 24 പിന്നെ 2 into 24 48 പ്ലസ് ഇത് 77 ആവും അല്ലേ. ഡിവൈഡ് ബൈ 1 മൈനസ് 7 into 2 14 ഡിവൈഡ് ബൈ 11 into 24 അങ്ങനെ വെച്ചു. That is equal to tan inverse 48 plus 77 എത്രയാ? 48 plus 77 125 divided by 11 into 24 11 into 24 264 whole divided by ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 11 into 24 264 കിട്ടും. പിന്നെ 1 into ഇതാകുമ്പോൾ 264 മൈനസ് 14 into 1 14. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ചെയ്തു. ഈക്വൽ ടു that is equal to tan inverse 125 divided by 264 whole divided by ഇത് മൈനസ് ചെയ്താൽ 250 250 divided by 264 അങ്ങനെ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു tan inverse ഇത് കട്ടാവൂലേ 125 divided by 250 ദാറ്റ് ഈസ് tan inverse കട്ടാവും 1/2 30. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? tan inverse 1/2 hence the proof. ഇത്രയുള്ള പണി. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ റിസൾട്ട്. അത് പഠിച്ചു നോക്കണം. tan inverse s പ്ലസ് tan inverse y is equal to tan inverse x plus y divided by
1 മൈനസ് എക്സ് ഇൻറ്റു വൈ. നമുക്ക് വേറൊരു ക്വസ്റ്റൻ നോക്കാം. Prove that sin inverse 3/5 minus sin inverse 8/17 equal to cos inverse 84/85. ഇപ്പോൾ ആ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം? നമുക്ക് ഫോമിൽ അറിയുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ ചെയ്യാം. നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ ഫോമിലേക്ക് എത്തിച്ചിട്ട് ചെയ്യാം. ആദ്യം ലെറ്റ് ഈ സൈൻ ഇൻവേഴ്സ് 3/5നെ എക്സ് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5. സൈൻ ഇൻവേഴ്സ് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5. ഓക്കെ, വാട്ട് ഇസ് സൈൻ എക്സ്? You had learned in the 10th standard. Sin x is equal to opposite side by hypotenuse. So for a right angle triangle, നമുക്ക് വെറുതെ വെച്ച് നോക്കാം. Right angle triangle, suppose this is 90 degree, not suppose, definitely it is 90 degree. Suppose this is x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ let it be a b c. What is sin x? Opposite side by hypotenuse, that is 3/5. Clear? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടസ്, അങ്ങനെ 3/5 വരും. അപ്പോൾ ഇത് 3 ഉണ്ടാവും. നമുക്കറിയാം എന്താ ഫോർമുല? ബി സ്ക്വയർ പ്ലസ് ദി സ്ക്വയർ ഈക്വൽ ടു ദി സ്ക്വയർ, പൈതഗോറസ് തിയറം. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. വാട്ട് ഇസ് എ ബി? 3 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ 5 സ്ക്വയർ. സോ 9 പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 9, that is 16. So BC is equal to root of 16, that is equal to 4. അല്ലേ? അത് 3, 4, 5 ദീസ് ആർ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. ഒന്ന് 3യും മറ്റത് 4 ആണെങ്കിൽ മൂന്നാമത്തത് 5 ആയിരിക്കും. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. കുറച്ച് സ്പീഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സൈഡിൽ എവിടെയൊക്കെ എഴുതിയാൽ മതി ഈ സാധനം. അങ്ങനെ അത് 4 കിട്ടി. ഇപ്പോൾ sin x is equal to 3/5. Then what is tan x? Tan means opposite side by adjacent side, 3/4. Tan x is equal to 3/4. Then what is x? Tan inverse 3/4. Okay, അപ്പോൾ ഇവിടെ നമുക്ക് x is equal to sin inverse 3/5. ഇപ്പോൾ x is equal to tan inverse 3/4. സോ ഇതിന് പകരം നമുക്കിപ്പോൾ എന്ത് കിട്ടി? ദാറ്റ് ഈസ് sin inverse 3/5 പറയുമ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് 3/4 കിട്ടി. ഇതൊന്ന് ഓർത്ത് നോക്കും. അപ്പോൾ ഇത് ടാനിലേക്ക് മാറ്റി. അതുപോലെ ഇത് മാറ്റാം. ലെറ്റ് ഒരിക്കൽ എക്സ് എടുത്തുകൊണ്ട് ഇനി വൈ എടുക്കാം. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 8/17. അപ്പോൾ സൈൻ വൈ ഈസ് ഈക്വൽ ടു 8/17. ദെൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താൽ എ ബി സി 8 അല്ലേ? 8 ബൈ ഓപ്പോസിറ്റ് എക്സ്, ഇത് വൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇതാര്? അപ്പോൾ എന്ത് പറയണം? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഇപ്പോൾ 8 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഇപ്പോൾ 64 പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ 17 സ്ക്വയർ. 17 സ്ക്വയർ എത്ര? 17 സ്ക്വയർ 17 ഇൻറ്റു 17. 17 ഇൻറ്റു 17 എത്രയാണ്? മൾട്ടിപ്ലൈ നോക്കല്ലേ? ഓക്കെ, 17 ഇൻറ്റു 17 289. So 64 plus bc square is equal to 289. Then bc square equal to 289 minus 64. 289 minus 64, 225. So bc is equal to 15. 15. So this is 15 കിട്ടി. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കുക, സ്പീഡ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ബി സി 15. then what is tan y? Tan y is equal to opposite side by adjacent side, 8 by 15. So y is equal to tan inverse 8 by 15. അപ്പോൾ ഇവിടെ y ആരെ കിട്ടിയ sin inverse 8 by 17. ഇപ്പോൾ y is equal to tan inverse 8 by 15. അപ്പോൾ ഇതും ഒന്ന് ഓർക്കുക,
Therefore sin inverse 8 by 17 is equal to tan inverse 8 by 15. അപ്പോൾ ഇതുമായി അങ്ങനെ ഇതിനെ മാറ്റണം അല്ലേ. cos inverse 84 by 85. അപ്പോൾ ഞാൻ ഇത് മായ്ച്ചളയാം. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇത് സെഡ് എടുക്കാം. സെഡ് ഇസ് ഈക്വൽ ടു cos inverse 84 by 85. അപ്പോൾ cos സെഡ് ഇസ് ഈക്വൽ ടു എന്തായി 84 by 85. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താൽ എ ബി സി 90 ഡിഗ്രിയാണ്. കോസ് മീൻസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് സെഡ് എങ്കിൽ, ഹൈപ്പോട്ടനസ് 85. അപ്പോൾ ഇതായിരുന്നു ചോദ്യം. പൈതഗോറസ് തിയറം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ 85 സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് എന്താ 84ൻ്റെ സ്ക്വയർ? 84 സ്ക്വയർ 84 ഇൻറ്റു 84. ഓക്കെ. $675. $7056 is equal to 85 into square. 85 into 85. $7225. ശരിയല്ലേ? അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതൊന്ന് ഓർത്ത് വെക്കണം. ഇപ്പോൾ കിട്ടിയത് ഞാൻ വായിച്ചു. യെസ്, ഓക്കെ. അപ്പോൾ എന്താ കിട്ടി? അപ്പോൾ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ 7225 മൈനസ് 7056. 7225 മൈനസ് 7056. 169. AB square is equal to 169. AB is equal to root of 169. That is 13. AB 13 കിട്ടി. ഓക്കെ. AB is equal to 13. So tan Z is equal to opposite side by adjacent side. That is 13 by 84. Z is equal to tan inverse 13 by 84. അപ്പോൾ Z അല്ലേ? ആരാ Z? Z means cos inverse. Cos inverse 84 by 85 is equal to tan inverse 13 by 84. ഇതും കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഓരോ ടൈപ്പ് ചെയ്തത് മനസ്സിലാക്കുക. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 ചെയ്തു, സൈൻ ഇൻവേഴ്സ് 8/7 ചെയ്തു, കോസ് ഇൻവേഴ്സ് 84 by 85 ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടി. അത് ഞാനിവിടെ എഴുതി വെക്കാം. അപ്പോൾ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്, അത് വായിച്ചു പോയി. ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം എഴുതി വെക്കാം. ഓക്കെ, യെസ്, അത് കിട്ടി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 മീൻസ് ടാൻ ഇൻവേഴ്സ് 3/4. സൈൻ ഇൻവേഴ്സ് 8/7 is equal to tan inverse 8/15. cos inverse 84/85 is equal to tan inverse 13/84. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടോട്ടലായി മാറ്റി. അപ്പോൾ മാറ്റാൻ വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സൈൻ ഇൻവേഴ്സ് 3/5 മാറ്റാൻ എന്ത് ചെയ്തു? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു അല്ലേ? വരച്ചിട്ട് പിന്നെ ആ തന്ന ഡാറ്റ 3 and 5 വരെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യുമ്പം 3ഉം 5 ആകുമ്പോൾ പൈതഗോറൻ ട്രിപ്ലറ്റ് 4 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ 4 കിട്ടി. അപ്പോൾ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി ടാൻ എക്സ് കാണുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അങ്ങനെ 3/4 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. അതേ പാറ്റേണിൽ നമ്മൾ ഓരോന്നും ചെയ്തു ഇതുപോലെ കിട്ടി. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. സാധാരണ എല്ലാ കൂട്ടിലും ചെയ്യുന്നതാണ്, വലിയ വിഷമമൊന്നുമില്ല.
നിങ്ങളിൽ കുറേ കുട്ടികൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും, ഈസിയാണ്. പരീക്ഷയ്ക്ക് എന്തായാലും വരും ചെയ്യും. ഇനി നമുക്ക് നമ്മളെ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താ ഫോർമുല? എന്താ ക്വസ്റ്റൻ? എന്താ? സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈസ് ഈക്വൽ ടു വാട്ട്? ടാൻ ഇൻവേഴ്സ് 3/4 മൈനസ് ടാൻ ഇൻവേഴ്സ് 8/15. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഫോർമുല എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ. ഓക്കെ, 1 മൈനസ് 3/4 ഇൻറ്റു 8/15. ദാറ്റ് ഈസ് ഈക്വൽ ടു tan inverse cross multiply 4 into 15 45 minus 32 divided by 1 minus 60 45 minus 32. ഇത് 24 divided by 60 ശരിയല്ലേ? ഇൻറ്റു അല്ലേ? കേട്ടോ, ഫോർമുല അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എത്രയാ? 13 ഡിവൈഡ് ബൈ 60 ആവും അല്ലേ? ഡിവൈഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 പിന്നെ 60 മൈനസ് 24. ഓക്കെ, വായിക്കാം. അപ്പോൾ എന്തായി? ടാൻ ഇൻവേഴ്സ് 13/60 ഡിവൈഡ് ബൈ 36 ബൈ 60 അല്ലേ? 13/60 60 ബൈ 24 60 കട്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 13/36. ഓക്കെ, ഇതന്നെയല്ലേ ഈ സാധനം? ഞാനത് മായ്ച്ചു പോയി, ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്താൽ ഇത് പ്ലസ് ആണ് ഫോർമുലയിൽ അല്ലേ? അപ്പോൾ അങ്ങനെ 84 ആവും. അപ്പോൾ ഇത് വരുന്നത് ടാൻ ഇൻവേഴ്സ് 13/84 വരും. ടാൻ ഇൻവേഴ്സ് 13/84. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ വായിച്ചാൽ ഇത് പ്ലസ് ആക്കിയാൽ മതി, 84 വരും. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 13/84 ആണ് നമ്മൾ ഈ കോസ് ഇൻവേഴ്സ് 84/85. അങ്ങനെ പ്രൂഫായി. ഹാൻസ് ദ പ്രൂഫ്. കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈസി ആയതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞത്. മനസ്സിലാവുന്ന കുട്ടിക്ക് ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സ്ലോയിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരുന്നില്ല കാര്യം, ഒരു സംശയമില്ല, എന്തായാലും ഉണ്ടാവും. അത് നേരെ പഠിക്കുക. വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാവണമെങ്കിൽ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് 2 sin inverse 3/5 ഈക്വൽ ടു tan inverse 24/7. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇതിൽ ഈ റൈറ്റ് സൈഡ് ഇതായിട്ട് പ്രൂവ് ആക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. 2 sin inverse 3/5. എന്താ 2 sin inverse 3/5? 2 times sin inverse 3/5. ഇങ്ങനെ sin inverse 3/5 പ്ലസ് sin inverse 3/5. അവ 2 പ്രാവശ്യം ആകുമ്പോഴല്ലേ 2 sin inverse 3/5 ആവാം. അപ്പോൾ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു sin inverse 3/5 അങ്ങനെ എടുത്തു. അപ്പോൾ sin inverse ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ sin x ഇസ് ഈക്വൽ ടു 3/5. നേരത്തെ പോലെ ട്രയാങ്കിൾ വരക്കാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC. ഇത് എക്സ് എടുക്കാം. വാട്ട് ഇസ് sin x? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇത് 4 ആണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? അങ്ങനെ ഇവിടെ നമുക്ക് എന്താ ഡിഫൈൻ ചെയ്യാം? ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെ 3/4 കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? LHS ടാൻ ഇൻവേഴ്സ് 3/4 എഴുതാം. ഇപ്പോൾ LHS അങ്ങനെ മാറി വരും. LHS ഇസ് ഈക്വൽ ടു
ടാൻ ഇൻവേഴ്സ് 3/4 കൊണ്ട് തന്നെ പ്ലസ് ടാൻ ഇൻവേഴ്സ് 3/4 അല്ലേ. അപ്പോൾ എന്താ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ ഫോർമുല അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഇത് 4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല, 6 ഡിവൈഡ് ബൈ 1 മൈനസ് 9/16. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 6/4 ഹോൾ ഡിവൈഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 മൈനസ് 9 7 അല്ലേ. അപ്പോൾ എന്താ കിട്ടി? ടാൻ ഇൻവേഴ്സ് 6/4 ഡിവൈഡ് ബൈ പണ്ട് 4ാം ക്ലാസ് പഠിച്ച പോലെ ഡിവൈഡ് ബൈ ഇതിൻ്റെ റെസിപ്രോക്കൽ ആക്കണം. അപ്പോൾ 16/7 ഡിവൈഡ് ബൈ 7/16 അതുപോലെ എഴുതി. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 6/4 ഇത് ഇൻറ്റു ആക്കുമ്പോൾ റെസിപ്രോക്കൽ 16/7. ഇപ്പോൾ എന്താവും? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇവിടെ കട്ടാവൂലേ, ഇത് 4 ആവും, 6 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 7 എന്നാവും അല്ലേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 24/7 എന്ന് കിട്ടി. ടാൻ ഇൻവേഴ്സ് 24/7 യെസ് ഈക്വൽ ടു RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ അതും ഞാൻ ചെയ്ത് പഠിക്കുക. നമുക്കിത് വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതോടെ നോക്കി നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. കോസ് ഇൻവേഴ്സ് 4/5 അല്ലേ. അപ്പോൾ അതിൽ എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4/5. ഇപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു 4/5. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ ABC, ഇത് എക്സ് അല്ലേ, 90 ഡിഗ്രി. വാട്ട് ഈസ് കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിരിക്കും? 3 പൈതഗോറിയൻ ട്രിപ്ലറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ 3 4 5. അപ്പോൾ 4 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 ആയിരിക്കും മറ്റേ ബാക്കിയുള്ളത്. സോ വാട്ട് ഇസ് ടാൻ എക്സ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/4. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ ഇതിൻ്റെ പകരം ഇപ്പോൾ ആരാ കിട്ടിയത് നമുക്ക്? ഇതിൻ്റെ പകരം കിട്ടിയത് ടാൻ ഇൻവേഴ്സ് 3/4. ഓക്കെ, അതുപോലെ ഇതിൻ്റെ നോക്കണം, കോസ് ഇൻവേഴ്സ് 12/13 നോക്കാം. അപ്പോൾ വൈ നടക്കാം. വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 12/13. കോസ് വൈ ഇസ് ഈക്വൽ ടു 12/13 അല്ലേ. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ ഇപ്പോൾ ഇതാണ് വൈ. വാട്ട് ഇസ് കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇതാരാണ് നോക്കണം. അപ്പോൾ എങ്ങനെ പറയാം? ABC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ 12 സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ 13 സ്ക്വയർ. അപ്പോൾ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 മൈനസ് 144 സ്ക്വയർ 25 വരും അല്ലേ. സോ AB ഈസ് ഈക്വൽ ടു 5. ഇത് 5 കിട്ടി. വാട്ട് ഇസ് ടാൻ വൈ? ടാൻ വൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5/12. വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/12. അപ്പോൾ ഇതിന് പകരം ടാൻ ഇൻവേഴ്സ് 5/12 കിട്ടി. ഇനി ഇത് കോസ് ഇൻവേഴ്സ്. അപ്പോൾ സെഡ് എടുക്കാം. സെഡ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65. സോ കോസ് സെഡ് ഇസ് ഈക്വൽ ടു 33/65. ABC അല്ലേ. കോസ് ഇത് സെഡ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇത് എത്ര നോക്കണം. അപ്പോൾ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ
is equal to AC square. AB square is equal to what is 65 square? 65 into 65. Okay. 65 into 65. 4225 minus 33 square. 33 into 33. 1089. Okay. Any minus ആക്കി നോക്കിയാലോ 4225 minus 1089 equal to 3136 അല്ലേ? So AB is equal to root of 3136. എത്ര വരും? Okay, 56. So AB is equal to 56. Square root കണ്ടിട്ട് നോക്കുക. AB is equal to 56. Then what is tan z? Opposite side by adjacent side. 56 by 33. So z is equal to tan inverse 56 by 33. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടി അല്ലേ? tan inverse 56 by 33 അങ്ങനെ കിട്ടി. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കളയാൻ അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് എഴുതിയാൽ മതി. cos inverse 4/5 that is tan inverse 3/4 plus cos inverse 12/13 tan inverse 5/12. അപ്പോൾ tan inverse x plus tan inverse y എന്താവും? tan inverse x plus y divided by 1 minus x into y അങ്ങനെ. അപ്പോൾ tan inverse 48 ആവും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ 48 36 plus 20 divided by 1 minus 15/48 is equal to tan inverse 56 divided by 48 divided by ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 minus 15 divided by 48 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. That is equal to tan inverse 56/48 divided by എത്രയാവും? 48 minus 15 33/48. That is tan inverse 48 കട്ടാവും 56/33. that is RHS, right hand side. Okay. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും തീർന്നു. അത്ര മാക്സിമം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നേരെ പഠിച്ചോളൂ. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് മീൻസ് ഞാൻ ഇന്ന് രാവിലെ എടുത്ത ക്ലാസ് നിങ്ങൾക്കിത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. അത് എൻ്റെ ബേസിക്സ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം അടുത്ത പുതിയ ചാപ്റ്ററായിട്ട് മുമ്പോട്ട് പോകാം. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ചാപ്റ്ററായി? 4 അല്ലേ? 4 ഉണ്ടായി. ഇപ്പോൾ ഏകദേശം സ്കൂളിൽ വന്ന് പഠിക്കുമ്പോഴാണെങ്കിലും ഏകദേശം 75 വരെ നമ്മൾ കവർ ചെയ്തു. ഇപ്പം 75% കവർ ചെയ്തു. അപ്പോൾ ഇതുപോലെ പഠിച്ചിട്ട് പോവുക. പരീക്ഷ എന്തായാലും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളുണ്ടാവും. ഇപ്പോഴേ നോക്കുക, റെഡിയാക്കുക, എല്ലാം വേണ്ടതുപോലെ ചെയ്യുക. ഓക്കെ, ബൈ.